ഇപ്പൊ നിലവിലത്തെ എല്ലാ രാത്രികളുടെയും നിങ്ങളുടെ അവസ്ഥ എന്താ? എല്ലാ രാത്രി വെച്ചാൽ ഞങ്ങൾ പേടിച്ചാണ് കഴിയുന്നത്. ഇതുവരെയായിട്ടും ഇവർ പല കാര്യങ്ങളും പറഞ്ഞ് CCTV വെക്കാൻ ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ അയാൾ വീണ്ടും വന്നു അല്ലേ? അതെ, വീണ്ടും ഞങ്ങളിവിടെ ടെറസിൽ കണ്ടവരുണ്ട്. പേടിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഇത്രയും ഭയത്തോടെ എടുക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും കാണുമ്പോൾ ഞങ്ങളുടെ ജീവനിൽ കൊതിയുണ്ട്. പേടിയാണ്, ഇനിയും കാണുമോ, ഞങ്ങൾ എന്നെ ചെയ്യുമോ. അതുപോലെ ആദ്യം വന്നതൊരു ചെറുക്കനാണെങ്കിൽ പിന്നീട് വന്നത് അത്യാവശ്യം ഒരു പ്രായമുണ്ട്, പിന്നെ ബലമുള്ള ഒരാളായിരിക്കും. അപ്പൊ അയാളെ ഞാൻ ഇത്രയും പേര് നേരിട്ടാലും വേറെ ആളുകളാണ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നത്. അന്ന് ആദ്യം കണ്ടതൊരു ചെറുക്കനാണെങ്കിലും പിന്നീട് വന്നത് കുറച്ച് ഇങ്ങനെ ഞാൻ കണ്ടത് ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു മീൻസ് ബലമുള്ള ഒരാളാണ്. അന്നത് ഒരു +2 ആ ഒരു ഏജിലുള്ള ഒരു ചെക്കനാണെങ്കിൽ പിന്നീട് ഇവരൊക്കെ ഞങ്ങളൊക്കെ കണ്ടത് ഒരു അത്യാവശ്യം കാണുന്നതും നേരത്തെയാണ്. ഒരു 10-11 ആ ടൈമിലാണ്. അത് ഇവിടെ ടെറസിലായിരുന്നു നടന്നു പോകുന്നതാണ് കണ്ടത്. സാധാരണ ഒരു 1 മണി 1:30 കഴിഞ്ഞിട്ടാണ് വരാറ്. പക്ഷെ അന്ന് വന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെയാണ്. അത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഇയാൾ വരുന്നത്? അതെ, അതിനുശേഷമാണ് വന്നത്. അല്ല, നിങ്ങൾ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതിനു ശേഷം ഇവിടെ പോലീസിന്റെ കാവലുണ്ടായിരുന്നു അതോ പെട്രോളിംഗ് മാത്രമാണോ ഉണ്ടായിരുന്നത്? പെട്രോളിംഗ് മാത്രം. രാത്രി ഇതിലെ വന്ന് ഇവിടെ ഒരു ബുക്ക് വെക്കും, അതിൽ വന്ന് ഇവര് വന്ന് സൈൻ ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ആ ടൈമിലൊന്നും. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, പോലീസ് പരാതിയിലേക്ക് പോകുന്നത് 1-2 ദിവസം ആവർത്തിച്ച് കണ്ടതിന് ശേഷമല്ലേ? അതിനുശേഷം ഇത് ഗൗരവത്തോടെ അവർ ഇത് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അയാൾ വീണ്ടും ഇവിടേക്ക് വരുന്നു, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരം ഒരു കാവൽ ഇല്ലാത്ത സാഹചര്യമൊക്കെ. അത് ഞങ്ങള് ഒരു പരാതി എടുത്ത് 2 ദിവസം ഇത് തുടർച്ചയായിട്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റിക്ക് വെച്ച ഷീറ്റിങ്ങനെ അടിച്ച ഒരു അവിടുത്തെ അടിച്ചൊരു സ്ക്രൂവിനെ ഇളകിയത്. അപ്പൊ അന്ന് തൊട്ട് പറയുമ്പോഴാണ് പിന്നെ അവിടെയാണ് നിങ്ങൾ കിച്ചന്റെ പുറകിൽ കാൽപാദം കണ്ടത് അല്ലേ? അപ്പോഴാണ് പിന്നെ പോലീസുകാർക്ക് ചുറ്റും നടന്ന് ലൈറ്റ് അടിക്കാൻ തുടങ്ങി. അതുവരെ ഇവിടെ വന്ന് പെട്രോൾ ചെയ്തിട്ട് പോയി. 1 മണിക്കൂറിനോ അല്ലെങ്കിൽ 2 മണിക്കൂറിനിടയിൽ വന്നിങ്ങനെ പോകുക. പിന്നെയാണ് വന്ന് ഒരു നടക്കാനും ചുറ്റും നടക്കാനും ഇന്നലെയൊക്കെ വന്ന് ചുറ്റിനും നടക്കുക. സ്ഥിരമായി രാത്രി ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടോ? ഇപ്പം രാവിലെ മുതൽ രാത്രി സന്ധ്യ 6 മണി വരെ ലേഡി സെക്യൂരിറ്റിയും അത് കഴിഞ്ഞ് മെൻ സെക്യൂരിറ്റിയും ഉണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 സെക്യൂരിറ്റി രാത്രി വേണമെന്നാണ്. ഇന്നലെ നിങ്ങളോടൊപ്പം ആരാ ഉണ്ടായിരുന്നേ? ഇന്നലെ ഞങ്ങളോട് മെയിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ ഓരോ ദിവസവും ഈ രാത്രി എങ്ങനെയാണ് പോകുന്നത്? കാരണം നിങ്ങൾക്ക് എക്സാം നടക്കുന്ന സമയമാണല്ലേ, പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? എന്താ ഇവിടുത്തെ അവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും കൂടെ ഒരുമിച്ചാണോ? ഒരു മുറിയിലാണോ? അല്ല, ഒരു മുറിയിലല്ല, ഞങ്ങൾ പല മുറിയിലായിട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഉറങ്ങാതിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിഴല് വെട്ടം കാണുന്നുണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ നോക്കും. അപ്പം ജനലിൻ്റെ അടുത്ത് കൂടെ എന്തെങ്കിലും ശബ്ദം, ഈ ടെറസ് പോകുന്ന അങ്ങനെ പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 കുട്ടികൾ തലകറങ്ങി വീണല്ലോ അല്ലേ? അവിടെ വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലേ? കോളേജ് 3 പേര് പോയി. 3 പേര് വീണു. ബോധക്ഷയം വീണു. കുറെ പേർക്ക് ശ്വാസം മുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവിടെ കായംകുളത്ത് ഹോസ്പിറ്റലായിരുന്നു അവര്. ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തില് ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഇപ്പോ മിനിഞ്ഞാന്ന് രാവിലെ വരെ അവിടെ എത്തിയില്ലേ? അപ്പൊ നിങ്ങൾ ഞായറാഴ്ച പരാതി ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഞായറാഴ്ച അതിർത്തിൽ പരാതി ഉന്നയിച്ചിരുന്നോ? നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം പ്രകടിപ്പിച്ചിരുന്നു അല്ലേ? സംശയം ഉണ്ടെന്ന്. അതായത് ഇതിനു മുന്നേ വെള്ളിയാഴ്ച ഇതുപോലെ ഒരാൾ ലൈറ്റ് ഓഫ് ആക്കി പോകുമ്പം അപ്പുറത്ത് PG ഇത്ത കണ്ടു. അപ്പം ഈ ലൈറ്റ് ഓഫ് ആകുന്ന ചെറുതായിട്ട് ഒരാളിങ്ങനെ ഓടുന്നത് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഇവര് വിചാരിച്ചത് കുട്ടികൾ ആരെങ്കിലും ഓഫാക്കി പോയതാണ്. അങ്ങനെ ഞായറാഴ്ച നമ്മൾ ഇവിടെ മീറ്റിംഗ് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞതിനെ തുടർന്ന് CCTV നോക്കാമെന്നേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ചൊവ്വാഴ്ച ആയപ്പോഴേക്കും രാവിലെ ഒരു പുലർച്ചെ 1:30 ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് ഈ ആൾ വീണ്ടും കയറിയത്. അങ്ങനെയാണ് നമുക്ക് പിന്നെ അന്ന് പരാതി കൊടുക്കാൻ രാവിലെ പോയി. ഇല്ല, ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും 12 മണിയൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ വീട്ടിലടുത്തുള്ള ആൾക്കാരൊക്കെ പറയും ഇവരെന്തെങ്കിലും ഹോസ്റ്റൽ ലെവലിൽ ഉറക്കമൊന്നുമില്ല. പക്ഷെ അന്ന് ഞങ്ങൾ ഇത്ര പേര് അലറിയിട്ട് ഈ പരിസരത്തിൽ ഒരു മനുഷ്യനും ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്താ കാര്യം എന്ന് പോലും അന്വേഷിച്ച് തിരക്കി വരാനോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അത്രയ്ക്ക് നിലവിളിച്ച് എല്ലാവരും അത്രയും പേരുണ്ട്. എന്നിട്ടും ഇത്രയും ശബ്ദം കേട്ട് ഒരു മനുഷ്യനും വന്നിട്ടില്ല. ഞങ്ങളും ആൻറ്റിയും മാത്രം. പിന്നെ സെക്യൂരിറ്റി ഇല്ലയെന്ന് അറിഞ്ഞത് ഞങ്ങൾ ആ ടൈമിലാണ്. എല്ലാം ഏകദേശം എപ്പോഴാണ് അറിഞ്ഞത് സെക്യൂരിറ്റി പോലും ഇല്ലെന്ന്. ഞങ്ങൾക്ക് ആ ദിവസം ഇത്ര സെക്യൂരിറ്റി ഇല്ലെന്ന് ഞങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടാവാം ചിലപ്പം കയറി. ഞങ്ങൾക്ക് അത്രയ്ക്കും പേടിച്ചിട്ടാണ് അത്രയും നിലവിളിച്ചിട്ട് ഒരു മനുഷ്യൻ ഞങ്ങൾ തിരിഞ്ഞു. ഏറ്റവും അവസാനം കണ്ട ദിവസം അയാൾ മുകളിൽ നിന്നിട്ട് അയാൾ എങ്ങനെയാണ് അപ്രത്യക്ഷനായത്? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ മുകളിൽ കൂടെ നടക്കുമായിരുന്നു. ഞങ്ങൾ ആ സമയം ഒരു ഡൗട്ട് ജനലുകളൊക്കെ അതിന്റെ ഇതൊക്കെ തുറന്നിട്ട് കുളത്തൊക്കെ ഊരിയിട്ടേക്കുക. അതിന്റെ ഡൗട്ടിൽ ഞങ്ങൾ CCTV ചെക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ ഏകദേശം പിള്ളേരൊക്കെ പുറത്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തൂടെ നോക്കുമ്പോൾ പിന്നെ നടന്നുകൊണ്ടിരുന്ന സമയത്ത്
രണ്ട് കുട്ടികൾ പെട്ടെന്ന് എന്തോ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി, മുകളിലേക്ക് നോക്കുമ്പോൾ ഇവനിങ്ങനെ നടക്കുവാണ്. അപ്പൊ നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ തോന്നലില്ല. പക്ഷെ അന്ന് ഇവിടെ നിന്ന് ലേഡി സെക്യൂരിറ്റിയും പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന വേറൊരു കുട്ടിയും കൂടി ആളെ കണ്ടു. ആ സമയം തൊട്ട് ഞങ്ങൾ പേടിച്ച് വിറച്ച്. കാരണം വെച്ചാൽ ഇത്രയും സെക്യൂരിറ്റീസ് ഉണ്ട്, മീൻസ് അവർ പറഞ്ഞിങ്ങനെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇത്ര ധൈര്യത്തോടെ കയറണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പേടിയാണ്. അന്നാണോ നിങ്ങൾ രാത്രി മാനേജറുടെ വീട്ടിൽ? അതെ, അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ എല്ലാവരും അറിയും. മാനേജറിന്റെ അവിടെ പോയി നിന്ന് എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. ഇത്രയും സെക്യൂരിറ്റി തന്നിട്ടും ശരണ്യ ഒന്ന് തുടരുക, നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് വരാം. ഷെയ്ഖ് പി ഹാരിസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്.